കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല എന്ന് വേണം പറയാൻ. അത്ര മനോഹരമാണ് നമ്മുടെ പൊന്മുടിയുടെ വശ്യത. ശരിക്കും സഞ്ചാരികൾ ഒരുപാട് വരുന്നുണ്ട്. സഞ്ചാരികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പലരും പല ബിസിനസ്സിലാണ്. ശരിക്കും എല്ലാവരും റെസ്റ്റ് എടുക്കുവാണ്. നമ്മുടെ സൂര്യൻ്റെ അസ്തമന അതിനുള്ള സമയമായിട്ടുണ്ട്. ഏതായാലും ഇനി ഒരു അരമണിക്കൂർ കൂടെ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. കാരണം 6 മണിക്ക് ഇവിടുന്ന് വണ്ടി ഇറങ്ങണം. ഇവിടെ പാർക്കിംഗ് ഏരിയ ഇതാണ് കേട്ടോ. ഉണ്ടോ, ഇത്രയും ആൾക്കാരവിടെ ഉണ്ട്. ശരിക്കും KSRTC ബസ്സിൻ്റെ ഒരു സെക്ഷൻ വേറെ അപ്പുറത്തുണ്ട്. ഇനിയും ഇത് കഴിഞ്ഞ് ഇതിനിപ്പുറം ഭാഗത്തായിട്ട് വീണ്ടും പാർക്കിംഗ് സൗകര്യമുണ്ട്. അവിടെ നിന്ന് കാടുകളിലേക്ക് നടന്നു പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു ദിവസം ഫുള്ള് നന്നായിട്ടൊന്ന് ആഘോഷിക്കാനുണ്ട് ശരിക്കും പൊന്മുടി. ഞങ്ങൾ വന്നത് വൈകുന്നേരമായിപ്പോയി. ഒന്നും പറയാനില്ല കേട്ടോ. നിങ്ങളിനി പൊന്മുടി വന്നാലേ ഇത് കാണൂ എന്നല്ല, ഇത് കണ്ടാൽ നിങ്ങൾക്ക് പൊന്മുടി എത്തിയതുപോലെ തോന്നും. എന്താ മനോഹാരിതല്ലേ, ഇതൊരു ഭംഗിയാ. എന്ത് മനോഹരമായിട്ടാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സായാഹ്നം എന്ന് പറയുന്നതേ, നമ്മുടെ സായാഹ്നം ഇനിയിപ്പോൾ താമസിയാതെ സൂര്യൻ ഉൾവലിയും. സൂര്യനിപ്പോൾ പോവും. ഈ പകലിൻ്റെ അവസാന ഘട്ടമാണ് ഈ സായാഹ്നം എന്ന് പറയുന്നത്. നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നതിനും മുൻപുള്ള സമയം, അതാണ് ആ സായാഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു സായാഹ്ന കാഴ്ച ഇവിടെ കിട്ടി. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്, ഞങ്ങളുടെ ടീമായിരുന്നു കേട്ടോ, ഒരു ടീമായിട്ടാണ് ഞങ്ങൾ വന്നത്. റൈസ് ആൻഡ് ഷൈൻ മിനിസ്ട്രി പാസ്റ്ററും കുടുംബവും പിന്നെ ഞങ്ങളുടെ ചർച്ചിലെ തന്നെ കുറച്ച് ആൾക്കാരുമായിട്ട് ചേർന്നാണ് ഞങ്ങൾ ഈ ബസ് ടൂറ് കണ്ടക്ട് ചെയ്ത് വന്നത്. ഏറ്റവും ആസ്വദിച്ചു ഞങ്ങൾ. ഇതാണ് എൻ്റെ ഒരു രസം. ഈ പൊന്മുടിയിൽ നിന്ന് ഇങ്ങനൊരു കാഴ്ച കൂടെ എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റി. ഈ സായം സന്ധ്യ എന്ന് വെച്ചാൽ ദിവസം തോറും സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അപ്രത്യക്ഷമാകുന്നൊരു പ്രതിഭാസം. വളരെ മനോഹരമായ കാഴ്ചയാണ് സൂര്യാസ്തമയം. ചിത്രകാരനും സാഹിത്യകാരനും തങ്ങളുടെ കലാസൃഷ്ടികൾക്ക് പ്രചോദനമായി നമ്മുടെ സൂര്യൻ്റെ അസ്തമയം അങ്ങനെ വിശേഷിപ്പിക്കലുണ്ട്. നമ്മുടെ കണ്ണിനും മനസ്സിനും ഇത്രത്തോളം കുളിർമയേകുന്ന ഒരു പ്രകൃതിയുടെ ലൈറ്റ് ഷോ എന്ന് തന്നെയാണ് എനിക്കിതിനെ പറയാനുള്ളത്. അത്ര മനോഹരമായിരുന്നു ഈ യാത്ര.